ഹായ് ഓൾ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇനി ചാപ്റ്റർ അവയർനെസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ അല്ല, നമ്മളെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവയർനെസ് എന്നുള്ളത് കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് ട്രാഫിക് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ്സാണ് നമുക്കിനി പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊരു പേയ്മെൻറ്റ് എറർ എന്ന് കണ്ടിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഡാറ്റ വേണ്ട. ഓക്കെ, എന്താണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ മുന്നേ ചെയ്തിരുന്ന ഒരു ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് എന്താ പറയുക ഡാറ്റാസ് എടുക്കുന്നുണ്ട്. കണ്ട, നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിൽ ഇപ്പോൾ ഈ ഒരു ദുബായ് 2345 എന്നുള്ള ഒരു ഇതിൽ ഡെയിലി ബഡ്ജറ്റിൽ 200 നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് 7 ഡേയ്സിൽ നമുക്കത് ചെയ്യുകയാണെങ്കിൽ 7 ഡേയ്സ് 1400 രൂപ പ്ലസ് GST വരും. ഓക്കെ, അതിൽ നമുക്ക് ഒരു ദിവസം ചെയ്ത് കിട്ടിയിട്ട് 15 മെസ്സേജസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ന്യൂ മെസ്സേജ്, കോൺടാക്ട്, ടോട്ടൽ കോൺടാക്ട്സ് എന്നുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോൺടാക്റ്റ് ഓൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇതിൽ ടോട്ടൽ റീച്ച് ചെയ്തിട്ടുള്ളത് 1063. ഇത്രയും പേർക്ക് ഈ ഒരു എന്ത് പറയുക ഇത് റീച്ച് ആയിട്ടുണ്ട്. അതിൽ ഈ ആഡ് കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ഈ കാണിച്ചവർക്ക് തന്നെ വീണ്ടും ചിലപ്പോൾ 10 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ കാണിക്കാം. അങ്ങനെയുള്ള ടോട്ടൽ ഇംപ്രഷൻസ് കൗണ്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. നമുക്കത് ആ ഡിഫറൻസ് മനസ്സിലാവണേ. ഇനി മെസ്സേജിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളൂ പെർ കോസ്റ്റ്, അതായത് ഇത്രയും ഈ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും മെസ്സേജസിന് വന്നിട്ടുള്ള കോസ്റ്റാണ് ടോട്ടൽ 26.66 എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ടോട്ടൽ 399 ആണ്, 400 രൂപ പ്ലസ് GST എമൗണ്ട് ഇല്ല. ഇത് വിത്തൗട്ട് GST എമൗണ്ടാണ് കാണിക്കുന്നത്. വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ ഇതിൽ വേറെ എന്തോ ഒന്ന് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്കിതിൻ്റെ ഏജ് ലെവലിലോ ഡേ ലെവലിലോ അങ്ങനെ നിങ്ങൾക്കിത് തിരിച്ച് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഞാൻ ഇതിൽ ജസ്റ്റ് ഏജ് ലെവലിൽ ഞാൻ എടുത്തു. ഇത് എത്ര ഏജ് ലെവലിൽ ഇത് ആൾക്കാർ കണ്ടു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് നമ്മൾ സ്ക്രീൻ ചെറുതായത് കൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. 18 മുതൽ 24 വയസ്സ് വരെയുള്ള എത്ര പേര് കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്ര മെസ്സേജ് കൺവെൻഷൻ ഒരാൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് 25.34 എത്ര 499 ആൾക്കാർക്ക് ഇംപ്രഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 358 പേർക്ക് റീച്ച് ആയിട്ടുണ്ട്. ഇത്രയാണ് 22 രൂപയാണ് മെസ്സേജ് കോസ്റ്റ് വന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. ഞാനിനി നമ്മളെ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി. ഇനി ട്രാഫിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാം ചെയ്യുന്ന ക്യാമ്പയിൻസ് ഒക്കെ ഒരുപോലെ തന്നെ, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ക്രിയേറ്റ് ഏത് ചെയ്യാം, ട്രാഫിക് എന്ന് പറയുന്നത് ചെയ്യാം. നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുവൽ ട്രാഫിക് എന്ന് കൊടുക്കുന്നു. ഇവിടെ കഴിഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു നെയിം കൊടുക്കുക, ന്യൂ ട്രാഫിക് ക്യാമ്പയിൻ എന്ന് കൊടുത്ത് പേര് കൊടുക്കുക. നേരത്തെ എടുത്ത ഷീറ്റ് ഞാൻ നേരത്തെ ഇത് അവയർനെസ്സിൻ്റെ ഷീറ്റാണ്. ഞാൻ നിങ്ങൾക്ക് സ്പീഡിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ട്രാഫിക് എന്ന് പറയുന്നത് അതാണ് ഒബ്ജക്റ്റീവ് ട്രാഫിക്. ഇതിൽ ട്രാഫിക്കിൽ എന്താണ് കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെബ്സൈറ്റ്, നിങ്ങളുടെ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, അതിൽ നിന്നൊക്കെ ആൾക്കാരെ നിങ്ങളെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അതായത് നിങ്ങൾ ഈ ഒരു ആഡ് ഇട്ടിട്ട് ആ ഒരു ഇതിലേക്കൊക്കെ റീച്ച് കിട്ടണം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക്, അത് ത്രൂ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് കിട്ടിയും വേണം. അതിനുള്ള ഓപ്ഷനാണ് ട്രാഫിക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ഒബ്ജക്റ്റീവ്. ഇനി ഈ ക്യാമ്പയിനിൽ എന്താ പറയുന്നത് വെച്ചാൽ, ക്യാമ്പയിനിൽ ഡിജിറ്റൽ നെയിം നിങ്ങൾ ചെയ്യുക. പഴയതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളാണ് ഈ ക്യാമ്പയിൻ നെയിമിൻ്റെ അടുത്ത ക്യാമ്പയിൻ സെക്ടർ നമ്മളിപ്പോൾ പഴയ ഒരു നെയിം തന്നെ, സെയിം പേര് തന്നെ നമ്മളെടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്
ക്രിയേറ്റ് ഇതിൽ വേറെ ഒന്നും ഒരു മാറ്റം വരുത്തണ്ട. ഡിഫറൻസ് വരുത്തേണ്ടത് നമ്മളിത് ഇതിൽ മെയിനായിട്ട് ഈ പേജ് സെലക്ട് ചെയ്യണതിലാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കി ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമില്ല. ഇതേപോലെ ആഡ് നെയിം എന്താണോ എന്നുള്ളത് നമ്മൾ സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ആഡ് കൊച്ചി ഈ സെയിം സംഭവം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ഇനി ഇതിൽ വരുന്നത് കൺവെൻഷനാണ്. കൺവെൻഷൻ നിങ്ങൾ കൊടുക്കേണ്ട വെബ്സൈറ്റാണ്, മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഉണ്ട്, കോൾസ് ഉണ്ട്. ഇതിൽ കൺവെൻഷൻ എന്ന് പറയുന്നത് അടുത്തൊരു സെക്ടർ വരുന്നത് കൺവെൻഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് എന്ന് കൊടുത്ത് ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ മാക്സിമം എന്താണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമം നമ്പർ ഓഫ് ലാൻഡിങ് പേജസ് ആണോ, മാക്സിമം നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ലാൻഡിങ് പേജ് വ്യൂസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇത്രയധികം മാക്സിമം ആൾക്കാരിലേക്ക് റീച്ച് കാണിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റൊക്കെ ആണല്ലോ. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ലാൻഡിങ് പേജ് വ്യൂസ് എന്ന് നമ്മൾ കൊടുത്ത് ഇനി നമ്മൾ ഡൈനാമിക് ക്രിയേറ്റീവ് അത് നമ്മൾ ജസ്റ്റ് അതേ സെയിം തന്നെ നമ്മളതിൽ ഒന്നും ഒരു ഡിഫറൻസോ ഒന്നും വരുത്തുന്നില്ല. ബഡ്ജറ്റ് നിങ്ങളത് എന്ത് ചെയ്യുക, 200 തന്നെ ജസ്റ്റ് കൊടുക്കുക, ചേഞ്ച് വരുത്തുക ബഡ്ജറ്റ്. അത് നമ്മൾ സെയിം 200 രൂപ വേണം, മറ്റത് കൊടുക്കരുത്, 800 കൊടുക്കണ്ട. പിന്നെ നിങ്ങളിവിടെ ബഡ്ജറ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് ഷെഡ്യൂൾ നിങ്ങൾ 200 കൊടുത്തു. പിന്നെ ഓഡിയൻസ് കൺട്രോൾ, നിങ്ങൾ ഓഡിയൻസ് കൺട്രോൾ ഇവിടെ എടുക്കുന്നത് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഏത് കൊടുത്തല്ലോ ഇതിൽ നമ്മൾ ബ്രൗസ് ചെയ്യുക, ഏത് കൺട്രീസ് ആണോ അങ്ങനെയുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ളതും അതും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മൾട്ടിപ്പിൾ കൺട്രീസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഈ ബ്രൗസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് കൺട്രീസ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സൗത്ത് നമ്മൾ ഏഷ്യ ആണല്ലോ, അപ്പോൾ ഏഷ്യ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. സെലക്ട് കൺട്രീസ് ഏഷ്യ. ഏഷ്യ എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇപ്പോൾ ഏഷ്യയിൽ ഇപ്പോൾ ഞാൻ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള ലെവലിലാണ് ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇന്ത്യ മതിച്ചെങ്കിൽ ഇന്ത്യ തന്നെ വീണ്ടും സെലക്ട് ചെയ്യണം. ഇന്ത്യ ന്യൂഡൽഹി സെലക്ട് ചെയ്യണം. ഇന്ത്യ ഡൽഹി മറ്റത് ഞാൻ മാറ്റി, ഏഷ്യ എന്ന് മാറ്റി. ഇന്ത്യയിലുള്ള ഡൽഹിയിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി, അങ്ങനെ ചെയ്യാം. വെറും ഇന്ത്യ മാത്രം മതിയെങ്കിൽ ഇന്ത്യ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. ബാംഗ്ലൂർ ഇന്ത്യ, ഇന്ത്യ കൊച്ചി, കേരള കൊച്ചി അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കൊച്ചിയിലുള്ളവരാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്തിടുക. അതവിടെ കൊൽക്കത്ത അങ്ങനെ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഒരൊറ്റെണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവരുത്. കൊച്ചി വെച്ചിട്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഞാൻ 25 റേഡിയസ് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ 20 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവയർനെസ്സിൽ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ മലയാളം എന്നുള്ളത് നമ്മൾ കൊടുക്കണം കേട്ടോ. 18 അത് കഴിഞ്ഞ് എഡിറ്റ് ലാംഗ്വേജ് മലയാളം. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പ്ലേസ്മെൻറ്റ്സിൽ ഒന്നും ചെയ്യാനില്ല. ഇനി അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏജും ജെൻഡറും. ഇവിടെ ഓഡിയൻസ് ഞാൻ വ്യക്തമായിട്ട് ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞ് ക്ലിയർ ആവും. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ ആഡ് സെറ്റിൽ നമ്മൾ എന്ത് ആഡ് സെറ്റ് നെയിം കൊടുത്തു, കൺവെൻഷൻ വെബ്സൈറ്റ് കൊടുത്തു. വേറെ ഒന്നിലും നിങ്ങൾ പോകേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് ടിക്ക് അവിടെയൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓഡിയൻസ് കൺട്രോൾ ഇന്ത്യ ഒരു ടാർഗറ്റ് പ്ലേസ് പ്ലസ് റേഡിയസ് നമ്മൾ കൊടുത്ത് ഏതാണോ ഇപ്പം ടാർഗറ്റിംഗ് പ്ലേസ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുക, ആദ്യം നമ്മൾ ടിക്ക് ചെയ്യണം. ഏജ് പ്ലസ് ജെൻഡർ ഡീറ്റെയിൽ ടാർഗറ്റിംഗ്, അവിടെ എന്താണോ എഡിറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ എഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏജ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഓക്കെ,
ഇത് പ്ലേസ്മെൻറ്റ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഏജ്. ഇപ്പോൾ നമ്മൾ ഇവിടെ 18 18 ഇത്ര ഏജ് ആണെങ്കിൽ ആ ഏജ് എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്ത് 59 വരെയുള്ള കൊടുത്ത് ഓൾ കൊടുത്തു. ഇനി നമുക്ക് ബ്രൗസ് ചെയ്യാം എവിടെയാണ് ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ, ഏതൊക്കെ സെക്ടറിലാണ് ഇൻഡസ്ട്രി ഉള്ളത്. ഇവിടെ വന്നു 3 കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തിരഞ്ഞെടുക്കുക. മാനുവലാണ് പ്ലേസ്മെൻറ്റ്, അഡ്വാൻറ്റേജ് പ്ലേസ്മെൻറ്റ്. നമ്മൾ അഡ്വാൻറ്റേജ് തന്നെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ലാൻഡിങ് പേജിൻ്റെ ഇവിടെ കണ്ട നേരത്തെ എസ്റ്റിമേറ്റ് ഡെയിലി റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു 200 രൂപ വെച്ചിട്ട് എത്ര റിസൾട്ട് കിട്ടും എന്നുള്ളത് ഇവിടെ കറക്റ്റ്. ലാൻഡിങ് പേജ് വ്യൂസ് 42 121 കണ്ടോ. ഇത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ട്രാഫിക് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇത് ഒരു കൺഫേം ആയിട്ടാണ് പറയുന്നത്. അതായത് 3600 ടു 11,000 അതായത് ഇത്രയും ജനങ്ങളെ നിങ്ങളുടെ പേജിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൽ കൺഫേം ആയിട്ട് അവർ പറയുന്നത് ലാൻഡിങ് പേജ് വ്യൂസ് 42 ടു 121. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഇവിടെ 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ. ഓക്കെ, നമ്മളിവിടെ ട്രാഫിക് നെയിമിൻ്റെ അവിടെ എന്താണോ പോസ്റ്റർ ആ പോസ്റ്റർ കഴിഞ്ഞ് ഇത് ത്രെഡ്സ് പ്രൊഫൈൽ ഉള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് എത്ര അക്കൗണ്ട് ഉണ്ടോ അത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ആഡ് സെറ്റപ്പ്, ക്രിയേറ്റ് ആഡ് സെറ്റപ്പ് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് മാനുവൽ അപ്ലോഡ്, അതായത് പ്രൊഡക്ട്സ് ഒന്നുമല്ലല്ലോ, മാനുവൽ അപ്ലോഡ് നമ്മൾ ചെയ്യുന്നത് സിംഗിൾ വീഡിയോ. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നു എന്തെന്ന്, ഞാൻ ആഡ് സെറ്റപ്പിൽ ഇമേജ് ഒറിജിനൽ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇമേജാണ് ചെയ്തത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളാദ്യം പോസ്റ്റ് നെയിം കൊടുക്കുക, ഇമേജ് ഓർ വീഡിയോ എന്താണ്. ഇവിടെ ഞാൻ വീഡിയോ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് ക്രിയേറ്റ്, നമുക്ക് വാട്സപ്പ് കൺവെൻഷനാണോ എന്താണോ വരേണ്ടതെന്നാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വെബ്സൈറ്റ് URL ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് URL കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ സബ്മിറ്റ് ചെയ്യുക. നമുക്കൊന്നും ഇപ്പോൾ വെബ്സൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുക്കാത്തത്. ഇനി വാട്സപ്പ് നമ്പർ എന്താണോ അത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം എങ്ങനെ വേണ്ടെങ്കിൽ ഏത് ത്രൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ആഡ് വീഡിയോ, ഇതിൽ ഞാൻ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോയുടെ അവിടെ ഏതാണോ വീഡിയോ വേണ്ടതെന്നുള്ളതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്കോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരണേ. ഇതിൽ നമ്മൾ വീണ്ടും സെലക്ട്, അതായത് ഇവിടെ എഡിറ്റ് മോഡിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, സൈറ്റ് ലിങ്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആഡ് വീഡിയോയുടെ അവിടെ നമ്മൾ വീഡിയോയുടെ ലിങ്ക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിക്കാം, ഒരു സെക്കൻഡ്. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മളിതിൽ
സബ്മിറ്റ് ചെയ്യുക, URL സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിൽ വരും. ഇപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ കണ്ടോ, ഈ വീഡിയോ അത് പ്ലേ ആയിട്ട് വരും ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ അപ്ലോഡ് വീഡിയോ ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അപ്ലോഡ് വീഡിയോസ് ആണെങ്കിൽ അപ്ലോഡ് വീഡിയോസ്, അപ്പോൾ അത് എവിടെ നിന്നാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഇതിൽ വീഡിയോ ഉണ്ടെങ്കിൽ അത് വീഡിയോസ് ഇടുക. എൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല, അത് നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ ഇതേപോലെ വരും. അതിൽ നമ്മൾ പ്രൈമറി ടെസ്റ്റ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ സിമ്പിളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക നിങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി മനസ്സിലാവും. ഹെഡ്ലൈനും കൊടുക്കണം. 2 hour കോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹെഡ്ലൈനിൻ്റെ അവിടെ ഇവിടെ എന്തെങ്കിലും ചാറ്റ് വിത്താസ് എന്ന് കൊടുത്ത് 2 hour കോഴ്സാണ്, മലയാളത്തിൽ അടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അതുപോലെ ഡെസ്റ്റിനേഷൻ വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ലിങ്ക് അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ കൊടുക്കണം, മറ്റേ ഉള്ളിൽ അടിയിൽ കൊടുക്കുക. പിന്നെ ഇത് ഡൗൺലോഡ് ലേൺ മോർ എന്നാണ്. അതായത് നമ്മളിത് ട്രാഫിക്കാണല്ലോ ഉദ്ദേശിക്കുന്നത്, ലേൺ മോർ തന്നെ വരുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി വന്നെന്ന് മാത്രം. നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഡൗൺലോഡ് വേണമെങ്കിൽ ഡൗൺലോഡ്, വാച്ച് മോർ, അല്ലെങ്കിൽ ഷോപ്പ് നൗ, അങ്ങനെ എന്തെങ്കിലും ഓർഡർ നൗ, ബുക്ക് നൗ, അപ്ലൈ നൗ, അങ്ങനെ എന്തും നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ബട്ടൺസ് വരുന്നതാണ്. അവിടെ ഈ ലേൺ മോർ എന്ന് ഞാൻ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 hour എന്ന് പറഞ്ഞ ഹെഡ്ലൈൻ ഞാൻ കൊടുത്ത്, അത് കഴിഞ്ഞ് ജസ്റ്റ് ഞാനിവിടെ അത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു ഡെമ്മി പോലെ ഉണ്ട്, നമ്മളൊരു വീഡിയോ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റ് എക്സാക്റ്റ് ഫിഗർ വരും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ഇനി ഡണ്ണ് കൊടുത്ത് പ്രോസസ്സിങ്. വീഡിയോ ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങളിത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതലും ഞാൻ ചെയ്യാതിരുന്നില്ല. ഓക്കെ, കൂടുതലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ബഡ്ജറ്റിലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. നമ്മൾ ചെറിയ ബഡ്ജറ്റിലിട്ട് ചെയ്ത് ക്ലിയർ ആക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ വലിയ ബഡ്ജറ്റ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാത്തത്. പിന്നെ ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ലിങ്ക് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. ഇവിടെ URL നിങ്ങൾ എന്താണ് വെബ്സൈറ്റിൻ്റെ URL അത് നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതിൽ ഇപ്പോൾ സേവിങ്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പബ്ലിക്. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, ലേൺ മോർ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ വന്നുണ്ടോ. ലോഡ് ചെയ്യാൻ അത്രയും സമയം എടുത്ത്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ലേൺ മോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നല്ലോ. ഈ ഒരു വീഡിയോ അത്രയും ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്ലോഡ് ആവുന്ന അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ലേൺ മോർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്താണ് മുകളിൽ ഹെഡിങ് കൊടുക്കുന്നത്, ആ ഹെഡിങ് ആണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ബാക്കിയൊക്കെ സെയിം ആണ്. ജസ്റ്റ് നമ്മൾ പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോവും, പോസ്റ്റർ പോവും. ഇവിടെ നേരത്തെ പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്താ പറഞ്ഞാൽ എററാണ്, പേയ്മെൻറ്റ് എററാണ് കാണിച്ചിരുന്നു. ഇപ്പോഴും അത് തന്നെ കാണിക്കും. സെറ്റപ്പ് എറർ എന്നുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് എററാണ് അത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുക, എന്നിട്ട് ക്ലിയർ ആക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങളത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതലും എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. നമ്മളൊക്കെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.